ADM നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കേസ് അന്വേഷിക്കാമെന്ന് CBI സന്നദ്ധത പ്രകടിപ്പിച്ചതോടെ ഈ കേസിൻ്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനെ ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ട് വിശേഷിപ്പിക്കാം. CBI ഹൈക്കോടതിയിലാണ് ഇന്ന് അവരുടെ നിലപാട് അറിയിച്ചത്. കേസന്വേഷണം വിട്ടുകൊടുക്കാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതിനോടൊപ്പമാണ് CBI ഈ അന്വേഷണം ഏറ്റെടുക്കാമെന്ന്, ഹൈക്കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ അന്വേഷിക്കാമെന്ന് അറിയിച്ചിട്ടുള്ളത്. കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് നീങ്ങുന്നതെന്നും അതുകൊണ്ട് കേരള പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഇൻവെസ്റ്റിഗേഷൻ വിടർത്തിയിട്ട് അത് CBI ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുമാണ് സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ ഒരു നിലപാടെടുത്തത്. പിന്നീട് CBIയുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ അന്വേഷണത്തിന് തയ്യാറാണെന്ന് അറിയിക്കുകയായിരുന്നു. ഇതൊരു വഴിത്തിരിവാണ് എന്ന് പറയാൻ കാരണം പലപ്പോഴും ഇത്തരം ആവശ്യങ്ങൾക്ക് മുമ്പിൽ CBI അനുകൂലമല്ലാത്ത നിലപാടുകളാണ് എടുത്തിരുന്നത്. കേസുകൾ ധാരാളമുണ്ട്, അതുപോലെ തന്നെ സ്റ്റാഫ് ആവശ്യത്തിനില്ല മുതലായ ന്യായങ്ങൾ പറഞ്ഞ് ചില കേസുകൾ CBI ഏൽപ്പിക്കണമെന്ന കേസുകളിൽ അവരൊരു നിഷേധാത്മക നിലപാട് പലപ്പോഴും സ്വീകരിച്ചിരുന്നു. കാരണങ്ങൾ പലതാണ്. നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ പലപ്പോഴും തെളിവുകളെല്ലാം നശിപ്പിക്കപ്പെട്ടതിന് ശേഷം കേസ് അന്വേഷിച്ച് കുഞ്ഞിനെ കുളിപ്പിച്ച് ഇല്ലാതാക്കിയതിന് ശേഷം ഇവർ ഏറ്റെടുക്കുന്നതായിരുന്നു പതിവ്. അല്ലെങ്കിൽ ഇവരുടെ പക്കൽ അന്വേഷണം എത്തുന്നതായിരുന്നു സംഭവിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ പലപ്പോഴും അവർ ഞങ്ങളിതിനില്ല എന്നൊരു നിലപാട് എടുത്തിരുന്നു. അതുമാത്രമല്ല, കേരളത്തിലാണെങ്കിൽ CPM ഭരിക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ള കേസുകളിൽ, CPMക്കാർ പ്രതിയായ കേസുകളിൽ ഇനി ഹൈക്കോടതി CBIക്ക് അന്വേഷണം വിട്ടാൽ തന്നെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകുന്നു, പിന്നീട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുന്നു. ഈ വക സ്വല്ലകൾക്കൊന്നും പോകണ്ട എന്നൊരു നിലപാടായിരുന്നു CBIക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ നവീൻ ബാബുവിൻ്റെ കേസിൽ ആ മനുഷ്യൻ്റെ സുഹൃതം കൊണ്ടാവണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. CBI വളരെ കൃത്യമായിട്ടൊരു നിലപാട് തുടക്കത്തിലേ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഈ കേസ് അന്വേഷിക്കാം എന്ന്. ചിലപ്പോഴൊക്കെ CBIയുടെ ഹിതത്തിന് വിരുദ്ധമായിട്ടാണ് ചില കേസുകൾ അവരെ ഏൽപ്പിച്ചിരുന്നത്, മറ്റ് പോംവഴികളില്ലാതെ. ഹൈക്കോടതിയും മറ്റും അങ്ങനെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് അവരുടെ താല്പര്യപ്രകാരം തന്നെ, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ കോടതിക്ക് വേണമെങ്കിൽ ഈ കേസ് CBIയുടെ അന്വേഷണത്തിന് വിടാം. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തെപ്പറ്റി നമ്മൾ ധാരാളം ചർച്ച ചെയ്തതാണ്. അതിവിടെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അത് തൃപ്തികരമായ രീതിയിലല്ല മുന്നോട്ട് പോകുന്നതെന്ന്, അല്ലെങ്കിൽ ഒരു പ്രഹസനമാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോഴാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചത് CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. അതൊരു നിർണായകമായ വഴിത്തിരിവായിരുന്നു. അതോടൊപ്പം തന്നെ മഞ്ജുഷ മറ്റൊരു കാര്യം കൂടെ ചെയ്തു. ഈ കേസുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾ, അതായത് കേസിലെ പ്രതിയുടെ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആളുകളുടെ, കളക്ടറുടെ, പ്രശാന്തൻ്റെ, ഇവരുടെയൊക്കെ കോൾ ഡീറ്റെയിൽസ് സംബന്ധിച്ച വിശദാംശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. അതും മറ്റൊരു വഴിത്തിരിവായിരുന്നു. അതിനുശേഷമാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നത്, അതായത് CBIയുടെ അന്വേഷണത്തിന് വേണ്ടി. ഇപ്പോൾ ഇതാ ഈ ഘട്ടത്തിലെത്തി നിൽക്കുന്നു. CBI അന്വേഷണത്തിന് സമ്മതിച്ചിരിക്കുന്നു. അതേസമയം സംസ്ഥാന സർക്കാർ യാതൊരു കാരണവശാലും അന്വേഷണം കേരള പോലീസിൽ നിന്ന് വേർപെടുത്തുന്ന കാര്യം ആലോചിക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. CBI അന്വേഷണം ഏൽപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങളുടെ പോക്ക് വേറെയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പ്രതികൾക്ക് വേണ്ടിയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളോട് താല്പര്യമുള്ള CPMന് വേണ്ടിയാണ്, CPM നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് വേണ്ടിയാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത്. തെളിവുകൾ ശേഖരിക്കുകയല്ല, നശിപ്പിക്കുകയാണെന്നാണ് മഞ്ജുഷ കൊടുത്ത ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, നവീൻ ബാബുവിനെ ചീത്തയാക്കി ദിവ്യയും മറ്റും സംരക്ഷിക്കാം, രക്ഷപ്പെടുത്താം എന്നൊരു തന്ത്രം അതും ഈ അന്വേഷണത്തിൽ പയറ്റുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതാ CBIയുടെ അന്വേഷണത്തിലേക്ക് ഒരു പടി കൂടി
അടുക്കുകയാണ്. ഇനി ഹൈക്കോടതിക്ക് വിശദമായ വാദങ്ങൾ കേട്ട ശേഷം ഒരു തീരുമാനമെടുക്കാം. ഇത്തരം കേസുകളിൽ തീരുമാനമുണ്ടാവേണ്ടത് ഇരയുടെ താല്പര്യം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കൃത്യമായ വിധികൾ വന്നിട്ടുണ്ട്. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു താല്പര്യം ഉണ്ടാവേണ്ട കേസല്ല. അവർക്ക് രാഷ്ട്രീയമായിട്ട് ഈ കേസുമായി ബന്ധമുണ്ടാവാം. CPM ആളുകളാണ് ഈ കേസിൽ പ്രതിയായിരിക്കുന്നത് അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അതല്ലാതെ സർക്കാരിന് താല്പര്യമുള്ളൊരു കേസല്ല. ഇതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ താല്പര്യം തന്നെയാണ്. 2001 ജാനുവരി 4 പശ്ചിമ ബംഗാളിൽ ഉണ്ടായ ഒരു കൂട്ടക്കൊല, CPMകാരായിരുന്നു അതിലെ മുഴുവൻ പ്രതികളും. അതിൻ്റെ അന്വേഷണം തൃപ്തികരമായിട്ടല്ല നടക്കുന്നത് എന്ന് തോന്നിയപ്പോൾ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഈ കേസെത്തി. ഇത് CPM ഭരിക്കുന്ന കാലത്താണ്. ഈ കാര്യം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചതാണ്. അന്ന് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് കമ്മിറ്റി ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഡെമോക്രാറ്റിക് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയായിരുന്നു. അന്ന് ഹൈക്കോടതി എടുത്ത ഒരു നിലപാടുണ്ട്. അവർ പറഞ്ഞത് ഈ കേസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെങ്കിൽ പോലും അതിലെ ഇരകൾക്ക്, കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ അത് CBI പോലൊരു അന്വേഷണം അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതിന് അനുവദിക്കണമെന്നാണ്, അത് സമ്മതിക്കണമെന്നാണ്. CPM സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയി. അപ്പീലിന് പോയപ്പോൾ സുപ്രീം കോടതി ഇത് തന്നെ പറഞ്ഞു, ഭരണഘടനാ ബെഞ്ചാ ഇക്കാര്യത്തിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് ഇപ്പോൾ അത് മാത്രമാണ്. അവരും പറഞ്ഞത് അന്വേഷണം ശരിയായ രീതിയിലാണ് പോകുന്നതെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ ഇരകൾ, മരിച്ച ആളുകളുടെ കുടുംബാംഗങ്ങൾ, അവർക്ക് ഈ കേസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ അത് CBIക്ക് വിടണം എന്നാണ്. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനി ഒരുപക്ഷെ ഹൈക്കോടതി ഇതൊക്കെ കണക്കിലെടുത്താവും ഇക്കാര്യത്തിലൊരു അവസാന തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഹൈക്കോടതിയിൽ നിന്ന് സർക്കാർ എടുത്ത ഔദ്യോഗിക നിലപാട് അതോടെ ഗവൺമെൻറ്റിൻ്റെയും പാർട്ടിയുടെയും ധാർമ്മികവും രാഷ്ട്രീയവുമായ വികൃതമായ മുഖം ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ഗവൺമെൻറ് പറഞ്ഞിരുന്നത്, പാർട്ടി പറഞ്ഞിരുന്നത്? ഞങ്ങൾ കുടുംബത്തിനൊപ്പമാണെന്നാണ്, നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം നിൽക്കുമെന്നാണ്. പാർട്ടിയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, അതിൻ്റെ സെക്രട്ടറി, അവരൊക്കെ വളരെ പരസ്യമായി വളരെ ശക്തമായ നിലപാടെടുത്തിരുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനൊപ്പം ആണെന്ന്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആ കുടുംബം ആവശ്യപ്പെട്ട ഒരു നിസ്സാരമായ കാര്യം ചെയ്തു കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് CPMന് പ്രശ്നമുള്ളൊരു കേസല്ലെങ്കിൽ, അവരെ ബാധിക്കുന്നതല്ലെങ്കിൽ, അല്ലെ സർക്കാരിനെ ബാധിക്കുന്നതല്ലെങ്കിൽ എന്തുകൊണ്ട് കുടുംബത്തിൻ്റെ ഈ ആവശ്യം, ഒരു CBI അന്വേഷണം എന്ന ആവശ്യത്തെ സർക്കാർ കോടതിയിൽ എതിർക്കണം? വാസ്തവത്തിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ സർക്കാരും പാർട്ടിയും വഞ്ചിച്ചിരിക്കുകയാണ്. കൊടും ചതിയാണ് അവരോട് ചെയ്തിരിക്കുന്നത്. അവരാരെയും ഇവരുടെ മുമ്പിൽ ആവശ്യപ്പെട്ടതല്ല, അല്ലെങ്കിൽ അപേക്ഷിച്ചതല്ല നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന്. രാഷ്ട്രീയമായ സ്വരക്ഷയ്ക്ക് വേണ്ടി അവർ പറഞ്ഞ വിടുവായത്തമായിരുന്നു എന്ന് ഇപ്പോൾ മനസ്സിലാവുകയാണ്. ഒരു കുടുംബത്തോട് പാർട്ടിയും ഗവൺമെൻറ്റും ഇത്തരത്തിലുള്ള വഞ്ചന കാട്ടുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഞ്ജുഷയുടെ കേസ് ഹൈക്കോടതിയിൽ വന്നപ്പോൾ തന്നെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞതാണ്, ഞങ്ങൾ ഈ CBI അന്വേഷണത്തെ അംഗീകരിക്കാൻ പോകുന്നില്ല, CBI അന്വേഷണം വേണ്ട എന്നുള്ളത്. പക്ഷേ എങ്കിലും ഗവൺമെൻറ് അല്പമെങ്കിലും നീതി കാട്ടുമെന്ന് ഇവിടുത്തെ സാധാരണക്കാർ, നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവർ കരുതിപ്പോയി. അതാണ് നമുക്കൊക്കെ പറ്റിയ തെറ്റ്. പക്ഷേ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞത് സർക്കാരിൻ്റെയും കൂടി അഭിപ്രായമായിരുന്നുവെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അവർ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ വഴിയിൽ വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനെ പിണറായി വിജയനെ, MV ഗോവിന്ദനെ, റവന്യൂ മന്ത്രി K രാജനെ, അദ്ദേഹം ഇന്നലെ ചാനലിനോട് സംസാരിക്കുമ്പോൾ അന്വേഷണം നടത്തുന്ന ഏജൻസി ഏത് എന്നുള്ളതല്ല പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് സർക്കാരിൻ്റെ ഈ നിലപാടിനെ ന്യായീകരിക്കാൻ പെടാപ്പാട് കഴിക്കുന്നത് കണ്ടു. രാജൻ, താങ്കൾ ഈ കേസിൽ വളരെ പ്രൊആക്റ്റീവായിട്ടുള്ളൊരു നിലപാടെടുത്ത ആളായിരുന്നു. നിങ്ങളുടെ നിലപാടുകൾ വളരെ പ്രധാനമായിരുന്നു. പക്ഷേ കാര്യത്തോടടുത്തപ്പോൾ നിങ്ങളും കൈവിട്ടു ആ കുടുംബത്തെ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏകാശ്രയമായ
നവീൻ ബാബു നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന് നീതി കിട്ടുക, അദ്ദേഹത്തിൻ്റെ സൽപ്പേര് സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി അവർ CBIയുടെ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഈ മുന്നണിയിൽ താങ്കളുടെ പാർട്ടിയെങ്കിലും, ആ പാർട്ടി നിന്നില്ലെങ്കിൽ താങ്കളെങ്കിലും ആ കുടുംബത്തിന് വേണ്ടി നിൽക്കേണ്ടതായിരുന്നു. ഇവരെയൊക്കെ, ഞാൻ ഈ നേരത്തെ പേര് പറഞ്ഞവരെ, CPMൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി, അതിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ഇനി എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക? പറഞ്ഞു പറ്റിക്കലിൻ്റെ ഒന്നാം തരം ഉദാഹരണമല്ലേ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനൊരു നിലപാടെടുക്കുന്നത്? ഒളിക്കാനൊന്നുമില്ലെങ്കിൽ, കുറ്റവാളികളെ സംരക്ഷിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു നിലപാട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനെതിരായിട്ട് എടുക്കണം? ഇപ്പോൾ സർക്കാർ ആ കുടുംബത്തിനൊപ്പമല്ല, പ്രതികൾക്കൊപ്പമാണ്. അല്ലെങ്കിൽ ഇനിയും പുറത്തേക്ക് വന്നിട്ടില്ലാത്ത പ്രതികൾക്കൊപ്പമാണ്. അതാണ് പ്രധാനം. ദിവ്യ മാത്രമല്ല, ഇനിയും പലരും ഇരുട്ടിൽ ഒളിച്ചിരിപ്പുണ്ട്, തിരശ്ശേരിക്ക് പിന്നിലുണ്ട്. അവർക്കും ഒപ്പമാണ് ഈ സർക്കാർ, പാർട്ടി എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണം ആത്മഹത്യാ പ്രേരണ കുറ്റത്തെക്കുറിച്ച് മാത്രമാണ്. അത് ഈ വലിയൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. ഇതിനെ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഒരു സംഭവമുണ്ട്, ഒരു സാഹചര്യമുണ്ട്. ധാരാളം ഉത്തരം കിട്ടാ ചോദ്യങ്ങൾ ഈ കേസിലുണ്ട്. അതാണ് പ്രധാനം. എന്തുകൊണ്ടാണ് ദിവ്യ ADMനെ സമീപിച്ച് ഈ പെട്രോൾ പമ്പിനുള്ള എതിർപ്പില്ലാ രേഖ നൽകണം, പെട്ടെന്ന് നൽകണം എന്ന് ആവശ്യപ്പെട്ടു? ഇക്കാര്യത്തിൽ ഇടപെടാൻ ദിവ്യയ്ക്ക് എന്താണ് കാര്യമുള്ളത്? ഈ പ്രശാന്തൻ എന്ന് പറയുന്ന ആള്, അയാളുടേതാണോ പമ്പ്, അല്ലെങ്കിൽ പണമുടക്കാരുടേതാണ്? പ്രധാനമല്ലേ ആ ചോദ്യം? പ്രശാന്തനെ വേണ്ട പോലെ ചോദ്യം ചെയ്തിട്ട് പോലുമില്ല ഈ പ്രത്യേക അന്വേഷണ സംഘം. അയാളെ പ്രതിയാക്കേണ്ടതല്ലേ? കണ്ണൂരിലെ CPMൽ ആർക്കൊക്കെ ഈ പമ്പുമായിട്ട്, അതാണല്ലോ യഥാർത്ഥ മരണകാരണം, ആത്മഹത്യയെങ്കിൽ ആത്മഹത്യ, കൊലയെങ്കിൽ കൊല, ആർക്കൊക്കെ ബന്ധമുണ്ട്? ഏതൊക്കെ നേതാക്കൾക്ക്? നവീൻ ബാബുവിൻ്റെ മരണശേഷം അതിനു മുമ്പ് തയ്യാറാക്കിയത് എന്ന മട്ടിൽ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ആര് തയ്യാറാക്കി? ആര് അതിലൊപ്പുവെച്ചു? CPMലെ ഏത് നേതാവാണത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരാണത് മുഖ്യമന്ത്രിക്ക് കിട്ടിയ പരാതികളുടെ കൂട്ടത്തിൽ ചേർക്കാൻ ശ്രമിച്ചത്? ഇതൊക്കെ അന്വേഷിക്കണ്ടേ? CBI വന്നാൽ ഇതൊക്കെ അന്വേഷിക്കപ്പെടും. അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഇതൊക്കെ വരും. ദിവ്യ മാത്രമല്ല, മറ്റു പലരും. ചിലപ്പോൾ ദിവ്യയെ സ്വീകരിക്കാൻ ജയിലിൽ പോയവർ ജാമ്യം കിട്ടി വന്നപ്പോൾ അവരെയൊക്കെ ചോദ്യം ചെയ്തെന്ന് വരും. AKG സെൻറ്ററിലെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും ആളുകളെ ചോദ്യം ചെയ്യാൻ വിളിച്ചെന്ന് വരും. അപ്പോൾ CBI അന്വേഷണം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യം. അതിനുവേണ്ടി ഒരു കുടുംബത്തെ, വളരെ ഹോണസ്റ്റായിരുന്ന ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ കുടുംബത്തെ തള്ളിപ്പറയുന്നതായിരിക്കും ലാഭം എന്ന് CPMും സർക്കാരും കരുതി എന്ന് വേണം വിചാരിക്കാൻ. ഈ സംഭവങ്ങളിലൊക്കെ തെളിയുന്ന ഒരു കാര്യമുണ്ട്. സ്വയം നാറാനും നാണം കെടാനും ഒരു സർക്കാർ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും അതിനെ രക്ഷിക്കാൻ കഴിയില്ല.